ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടതിനെ തുടർന്ന് വാർത്തകളിൽ നിറഞ്ഞ നടന്മാർക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ച നടി സോണിയ മൽഹാർ ഇപ്പോൾ BJP-യിൽ ചേർന്നിരിക്കുന്നു. എന്തിനാണ് അവർ BJP-യിൽ ചേർന്നത്? ആർക്കും ഏത് പാർട്ടിയിലും ചേരാം, ഏത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകാം, അതൊക്കെ അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സോണിയ മൽഹാർ പല നടന്മാർക്കെതിരെയും ആരോപണം ഉന്നയിക്കുകയും അവർക്കെതിരെ പല പോലീസ് സ്റ്റേഷനിൽ FIR ഇടുകയും അവർ പ്രതികൾ ആക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഭാരതീയ വിചാര കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ സോണിയ മൽഹാർ BJP-യിൽ ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ചാനലുകളിലും സാമൂഹിക മാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. സിനിമയിൽ നിന്ന് പലരും BJP-യിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പം മേജർ രവി, അതേപോലെ ഭീമൻ രഘു, പിന്നെ നടൻ ദേവൻ, പല നടിമാരും ഇതിനിടയ്ക്ക് തമിഴ്നാട്ടിൽ ഖുഷ്ബു, അങ്ങനെ പലരും BJP-യിൽ ചേർന്നിട്ടുണ്ട്. അപ്പം കേരളത്തിൽ ഈ BJP-യിൽ ചേർന്ന ഈ നടന്മാർ പിന്നിപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നടന്മാർ മാത്രമല്ല, IAS IPS ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞന്മാർ, ISRO തലവനായിട്ടിരുന്ന ശാസ്ത്രജ്ഞൻ, അതേപോലെ DGP ആയിട്ടിരുന്ന മഹാവ്യക്തി, വേറെ ചില IPS റിട്ടയർ ചെയ്ത IPS ഓഫീസർമാർ, ചില IASകാർ, ഇവരൊക്കെ പേരുകൾ പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. TP സെൻകുമാർ, അൽഫോൻസ് കണ്ണന്താനം, ജേക്കബ് തോമസ്, ഇങ്ങനെ തുടങ്ങി പല പേരുകളുണ്ട്. പേരുകൾ പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. ഇവരൊക്കെ ഇപ്പം എവിടെയുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ BJP-യിൽ ചേരുന്ന ഈ സെലിബ്രിറ്റീസ് അവർ പിന്നെ എവിടെയാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അവർ പാർട്ടി പ്രവർത്തനം ചെയ്യുന്നുണ്ടോ? ഇപ്പം BJP ചേർന്നിട്ട് പിന്നെ അറിയപ്പെടുന്ന ആളായിട്ട് മാറിയ ഒരാൾ, നേരത്തെ അറിയപ്പെടുന്ന ആൾ തന്നെയാണ് സുരേഷ് ഗോപി. ഇപ്പം MP ആയി തൃശ്ശൂർ, ഇപ്പം കേന്ദ്ര സഹമന്ത്രിയായി. അദ്ദേഹം തൃശ്ശൂർ MP ആയത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ചില നാടകങ്ങൾ ഇപ്പോൾ PV അൻവർ MLA പുറത്തുവിട്ടിട്ടുണ്ട്. ആരോപണങ്ങൾ, അതിനെപ്പറ്റി അന്വേഷണം നടക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു കേസാണ്. അപ്പോൾ സുരേഷ് ഗോപി ഒഴിച്ച് സിനിമയിൽ നിന്ന് ആർക്കും തന്നെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലോ മറ്റോ എത്താൻ സാധിച്ചിട്ടില്ല. പലരും നിഷ്ക്രിയരായി, പലരും കർട്ടന് പിന്നിലേക്ക് പോയി, പിന്നെ അവരെ പറ്റി ഒന്നും കേൾക്കാനില്ല. ഇത് തന്നെയാണ് BJP-യിലേക്ക് വന്ന കേരളത്തിലെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. റിട്ടയർഡ് IAS IPS ഓഫീസർമാരുടെ കാര്യവും, ചില സീനിയർ ഉദ്യോഗസ്ഥർ, ISRO-യിലെ ചില ശാസ്ത്രജ്ഞന്മാർ, പിന്നെ ഞങ്ങൾക്ക് പേര് പറയാൻ മടിയൊന്നുമില്ല. മാധവൻ നായർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ISRO ചെയർമാനായിരുന്ന മാധവൻ നായർ ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം നിലവിൽ BJP-യിൽ ഉണ്ടെന്നാണ് പറയുന്നത്. BJP-യിൽ അദ്ദേഹം ചേർന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇവരെല്ലാം വലിയ അധികായന്മാരെല്ലാം പോയി BJP പോയിട്ട് സുരേഷ് ഗോപി ഒഴിച്ച് വേറൊരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ്. സുരേഷ് ഗോപി എങ്ങനെ അത് മാനേജ് ചെയ്തു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതെല്ലാം കൂടി ഈ വീഡിയോയിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് മറ്റൊരു വീഡിയോയിൽ കുറെ കൂടെ ആഴത്തിൽ പറയേണ്ടുന്ന വിഷയമാണ്. ഇതിപ്പോൾ ചുരുക്കി പറയുകയാണ്. ഈ സോണിയ മൽഹാർ പോയിട്ട് BJP രക്ഷിക്കാൻ ഇനി എന്താണാവോ അവർ ചെയ്യാറുള്ളത്? അവരിപ്പോൾ സിനിമയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ നടന്മാർക്കെതിരെ ആ കേസ് നടക്കും. അവർ കേസിന് പിന്നെ അവർ വാദിയാണ്, FIR ഇടുന്നത് അതുകൊണ്ടാണല്ലോ. പിന്നെ പ്രോസിക്യൂഷൻ വാദിയാവാറുണ്ട്. അപ്പം അവർക്കതിന് പിന്നാലെ പോകേണ്ടി വരും. അവരിനിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ BJP-യിൽ വന്നിട്ട് BJP-ക്ക് എന്താണ് നേട്ടമുണ്ടാകാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരം ആൾക്കാരെ എന്ന് പറഞ്ഞാൽ അവർ മോശക്കാരിയാണെന്നല്ല ഞങ്ങൾ പറയുന്നത്. അവരുടെ സ്ത്രീത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ BJP സിനിമയിൽ നിന്നും ഇങ്ങനെ പലരെയും എടുക്കുന്നു, പിന്നെ അവരെ പറ്റി ഒന്നും കേൾക്കുന്നില്ല? ആ വിഷയമാണ് ഞങ്ങൾ പറയുന്നത്. അത് അവരുടെ ഒരു സ്ത്രീ എന്ന അതിനെ നമ്മൾ ഒരിക്കലും അപമാനിച്ചിട്ട് സംസാരിക്കുകയില്ല. അവരെ നിങ്ങൾ BJP-യിൽ എടുത്തു, അവർ BJP-യിൽ ചേർന്നു. അവർക്ക് എന്ത് റോളാണ് BJP-യിൽ K. സുരേന്ദ്രൻ്റെ ഇവിടുത്തെ നേതൃത്വം കൊടുക്കാൻ പോകുന്നത്? K. സുരേന്ദ്രനും V. മുരളീധരനും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ഈ സോണിയ മൽഹാർ BJP-യിൽ ചേരുന്ന ചടങ്ങിൽ വേറെ ചിലരും ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് രാഷ്ട്രീയ ഭാവിയാണ് BJP വിഭാവനം ചെയ്യുന്നത് അല്ലെങ്കിൽ നൽകാൻ പോകുന്നത്?
ഇവർക്ക് ഈ ഒരു സിനിമയിൽ നിന്നും വന്നിട്ട് ബി ജെ പിയിലേക്ക് വന്നിട്ട് എന്ത് നേട്ടമാണ് അവർക്കും ബി ജെ പിക്കും ഉണ്ടാകാൻ പോകുന്നത്? കാരണം ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് സുരേഷ് ഗോപിയുടെ കേസ് ഒഴികെ മറ്റൊന്നിലും ഞങ്ങൾക്ക് കാര്യമായ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. എന്തായാലും സോണിയ മൽഹാറിന് എല്ലാ ആശംസകളും നേരുന്നു. വേറെ പലരും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്, വരട്ടെ, കൂടുതൽ ആൾക്കാർ ബി ജെ പിയിലേക്ക് പോകട്ടെ. ബി ജെ പി അത് വെച്ചിട്ട് എന്താ അവരുടെ, പക്ഷേ ഇതുവരെ മുതലാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അപ്പം തൃശ്ശൂർ തന്നെ സുരേഷ് ഗോപി ജയിച്ചത്. സുരേഷ് ഗോപി തന്നെ പല ഭംഗ്യന്തരയുടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇതുകൊണ്ട് ഞാൻ ജയിച്ചു, അല്ലാതെ ബി ജെ പിയുടെ ഗുണം കൊണ്ടൊന്നുമല്ല. അതിനെതിരെ ബി ജെ പി നേതൃത്വം കെ സുരേന്ദ്രനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ബി ജെ പി ജയിച്ചു കഴിഞ്ഞിട്ട്, സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞിട്ട്. അത് മറക്കണ്ട, ബി ജെ പിക്കകത്ത് അത്തരം ചില പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു എന്നുള്ളത് വേറൊരു വിഷയമാണ്. അതിൽ ബി ജെ പിക്ക് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല. കോൺട്രിബ്യൂഷൻ ചെയ്ത വേറെ ചില ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്നിപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് പറയുന്നില്ല. എ ഡി ജി പി അജിത് കുമാറിനോട് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ അത് കൂടുതൽ പറയുന്നില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ആരാണെന്ന് വ്യക്തമായി നമുക്കറിയാം. അത് ബി ജെ പി ഒന്നുമല്ല. അതിന് പിന്നിൽ വേറെ പല നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം ചില കാര്യങ്ങൾ പി വി അൻവർ എം എൽ എ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഡെവലപ്പിംഗ് സ്റ്റോറിയാണ്, അവിടെ നിൽക്കട്ടെ. ഇതിൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോണിയ മൽഹാറിന് നല്ലൊരു ഭാവി ഞങ്ങൾ ആശംസിക്കുന്നു ബി ജെ പിയിൽ എന്ന് മാത്രമേ ഞങ്ങളിപ്പോൾ പറയുന്നു.